ധൈര്യമായിട്ട് നിങ്ങളുടെ കുട്ടികൾക്കും കൊടുക്കാൻ പറ്റിയ ഒരു ഹെൽത്തി പിസ്താഷ്യോ ഐസ്ക്രീമിന്റെ റെസിപ്പി ആയിട്ട് ഇന്ന് ചെയ്യാൻ പോണത്. ലെറ്റ്സ് ഗോ. അപ്പൊ ആദ്യം ഞാനൊരു പാനിലേക്ക് 2.25 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ആ 3/4 കപ്പ് പാലിലേക്ക് 1 ടേബിൾ സ്പൂൺ കോൺസ്റ്റാർച്ച് ഇട്ട് കൊടുക്കാം. അത് നല്ലോണം മിക്സ് ചെയ്തിട്ട് ഒരു ബ്ലെൻഡറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. മൊത്തം 3 കപ്പ് പാലാണ് ഞാൻ ഒഴിച്ചേക്കുന്നത്. ഇതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചിടാം, 1/2 ടീസ്പൂൺ വാനില എസൻസ്, 4 ടേബിൾ സ്പൂൺ പഞ്ചസാര അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്വീറ്റ്നർ ഇട്ട് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ നമ്മൾ മുന്നത്തെ വീഡിയോയിൽ ചെയ്ത പിസ്താഷ്യോ ക്രീം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിനെ പിസ്താഷ്യോ ബട്ടർ എന്ന് വിളിക്കാം കേട്ടോ. എല്ലാം ഇട്ട് നല്ലോണം ബ്ലെൻഡ് ചെയ്ത് ആ പാലിലേക്ക് ഇതേപോലെ ഇളക്കി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഏറ്റവും ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇതേപോലെ ചെറുതായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഈ ഒരു കുറുകിയ കൺസിസ്റ്റൻസി ആവും കേട്ടോ. ഞാനിവിടെ എന്റെ കയ്യിലുള്ള ഹാൻഡ് ബ്ലെൻഡർ ഉപയോഗിച്ച് ഒന്നും കൂടെ ബ്ലെൻഡ് ചെയ്ത് നല്ല പതപ്പിച്ച് നല്ല സ്മൂത്ത് ആയിട്ട് അടിച്ചെടുക്കും കേട്ടോ. ഇത് തന്നെ വേണമെന്നില്ല, നല്ലൊരു മിക്സിയിൽ അടിച്ചെടുത്താലും മതി കേട്ടോ. ഇത് ഫ്രീസ് ചെയ്യാനായിട്ട് ഒരു ഗ്ലാസ് ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്ത് 2 മണിക്കൂർ ഒന്ന് ഫ്രീസറിൽ വെക്കാം കേട്ടോ. ആഹാ, നല്ല അടിപൊളിയായിട്ട് ഫ്രീസ് ആയിട്ടുണ്ട് കേട്ടോ. ഈ സ്പൂണോ കത്തിയോ എന്തെങ്കിലും ഒക്കെ ഇട്ട് കുത്തിപ്പറിച്ച് നേരെ ബ്ലെൻഡറിലേക്ക് ഇട്ട് സ്മൂത്ത് ആയിട്ട് അറിയാൻ 1/4 കപ്പ് പാലും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഐസ്ക്രീം ഈ ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടണം കേട്ടോ. അതെല്ലാം ഒന്നും കൂടെ സെയിം ബൗളിലേക്ക് തന്നെ ഇട്ട് 2 മണിക്കൂറും കൂടെ ഫ്രീസ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ആഹാ, സെറ്റ്. ആ ടെക്സ്ചർ ഒക്കെ വെറുതെ പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ അത്രയുള്ള സംഭവം. ഞാൻ 3 സ്കൂപ്പ് ഒരു ബൗളിലേക്ക് ഇട്ട് കുറച്ച് ക്രഞ്ച് കിട്ടാനായിട്ട് 3 പിസ്താഷ്യോ കല്ല് വെച്ച് ക്രഷ് ചെയ്ത് ഐസ്ക്രീമിന്റെ മേളിലേക്ക് ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എളുപ്പം പരിപാടിയല്ലേ. വെള്ളത്തെ കുറച്ച് പിസ്തയും ആ ഐസ്ക്രീമും കൂടെ ഇങ്ങനെ എടുത്തിട്ട് തണുത്തുപോയി, ബ്രെയിൻ ഫ്രീസ്. കൊള്ളാട്ടോ. കടയിൽ നിന്ന് വാങ്ങുമ്പോൾ ഉള്ള പിസ്തയുടെ അത്രയും ഒരു ഓവർ പവറിങ് ഫ്ലേവർ ഒന്നും ഇല്ല കേട്ടോ. നമ്മൾ റിയൽ പിസ്ത എടുത്തുകൊണ്ടായിരിക്കാം. അപ്പൊ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. നിങ്ങൾ ഇങ്ങനെ ഒരു പ്രാവശ്യം ഐസ്ക്രീം ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കാൻ നോക്കൂ കേട്ടോ. അപ്പൊ പുതിയ റെസിപ്പി ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോ ശരി.